ധർമ്മടത്ത് BP അബ്ദുൾ റഷീദ് 2523 വോട്ടുകൾക്ക് 2523 വോട്ടുകൾക്ക് 2 റൗണ്ട് പൂർത്തീകരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർക്കുക, 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് 2523 വോട്ടുകൾക്ക് പിന്നിൽ പോകുന്നു. 2523 വോട്ടുകൾക്ക് അബ്ദുൾ റഷീദ് കറുത്ത കുതിരയായി മാറുന്നു. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിൽ പോകുന്നു. കാരണം UDF അനുകൂല ഒരു മണ്ഡലങ്ങൾ പഞ്ചായത്തുകളിലൂടെയാണ് ഇപ്പോൾ അത് കൗണ്ടിംഗ് പുരോഗമിക്കുന്നത്. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടന്റെ ഭൂരിപക്ഷം 4178 ഉയർന്നിരിക്കുന്നു. 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നേരത്തെ 1666 ധർമ്മടത്ത് ലീഡ് ഉയർത്തുകയാണ് കേട്ടോ. ശക്തമായ രീതിയിലുള്ള ലീഡ് 2523 2 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ധർമ്മടത്ത് അബ്ദുൾ റഷീദ് 2523 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ പറയുന്ന പോലെ പറവൂർ ഒന്ന് പോകാം. റോജി, പറവൂര് അവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കാം. അവിടെ പറവൂരിലെ VD സതീശൻ പിന്നിൽ എന്നുള്ള വാർത്തയാണ് വന്നിരുന്നത്. അതെ, പിന്നിൽ തന്നെയാണ്. അതായത് പിന്നിലാണ്. ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിന്റെ റിസൾട്ടാണ് ഔദ്യോഗികമായി വന്നത്. അവിടെയാണ് പിന്നിൽ എന്നൊരു വാർത്ത വന്നത്. 243 വോട്ടുകൾക്ക് VD സതീശൻ പിന്നിൽ. അപ്പോൾ ഇതാ 94ലേക്ക് എത്തിയിരിക്കുന്നു. UDFന്റെ 94. നമുക്കറിയാം 951 ആയിട്ടുള്ളൂ. പലയിടത്തും 2, 3, 4, 5 റൗണ്ടൊക്കെ എണ്ണി തുടങ്ങുന്നതേ ഉള്ളൂ. NDA 4 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. UDF 94 ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. LDF 42 ആയിട്ട്. അതായത് LDF കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ 37-42 ഉയർന്നിരിക്കുന്നു. അതിൽ VD സതീശന്റെ പറവൂരുമുണ്ട്. കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പറവൂരിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം കൂടി ഒന്ന് പുറത്തു വരേണ്ടിയിരിക്കുന്നു. പറവൂരിൽ അത് VD സതീശൻ പിന്നിലാണെന്നൊരു വാർത്ത മാറിപ്പോയതാണ്. പിന്നിൽ അപ്പോൾ മന്ത്രി ഒരു ജിഞ്ചുറാണി കൂടി പിന്നിലാണ്. അപ്പോൾ മന്ത്രിമാർ ഒന്നടങ്കം പിന്നോട്ട് പോവുക എന്നുള്ള വാർത്തയാണ് കാണുന്നത്. ഒന്നടങ്കം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാർ. നാട്ടികയിൽ ഗീതാ ഗോപി മുന്നോട്ട്, തൃത്താലയിൽ MP രാജേഷ് പിന്നിലായിരിക്കുന്നു. അപ്പോൾ മന്ത്രിമാർ ഒക്കെ പിന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം. പൊന്നാനിയിൽ KP നൗഷാദ് അലി 710 വോട്ടുകൾക്ക് മുന്നിൽ UDF. മണ്ണാർക്കാട് N ഷംസുദ്ദീൻ 4941 വോട്ടുകൾക്ക് മുന്നിൽ ലീഗ്. ചെങ്ങന്നൂർ സജി ചെറിയാൻ 782 വോട്ടുകൾക്ക് മുന്നിൽ. മന്ത്രി എന്ന രീതിയിൽ സജി ചെറിയാൻ മാത്രമാണോ മുന്നിട്ട് നിൽക്കുന്നത്? LDF 43, UDF 93, NDA 4. അതിനകത്ത് ഒരു അപ്ഡേഷൻ, നേമത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ 1302 വോട്ടുകൾക്കാണ് മുന്നിൽ. തൊട്ടു പിന്നിലല്ല 1302 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നത് വി ശിവൻകുട്ടിയാണ്. 3ാം സ്ഥാനത്തേക്ക് അഡ്വക്കേറ്റ് KS ശബരിനാഥൻ പോയിരിക്കുന്നു. ഓർക്കുക, ഒരു 9 റൗണ്ട് കഴിയുമ്പോഴാണ് വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷ മേഖലകളിലേക്ക് വരുന്നത്. അവിടെയും രാജീവ് ചന്ദ്രശേഖരന് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ, നേമം രാജീവ് ചന്ദ്രശേഖരന് തന്നെ. ശബരിനാഥൻ കഴിഞ്ഞ തവണ V മുരളീധരനെ നിർത്തി നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ച ആ ഒരു തന്ത്രം ഇത്തവണ വില പോയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിലേക്കാണ്. 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് ശബരിനാഥ് 3ാം സ്ഥാനത്തേക്ക്.